കണ്ണൂരിൽ കോടതി നടപടിക്കിടെ പ്രതികളുടെ ദൃശ്യം ചിത്രീകരിച്ചതിന് സിപിഎം വനിതാ നേതാവിന് പിഴയൊടുക്കാൻ കോടതി ഉത്തരവ്. പയ്യന്നൂർ നഗരസഭ മുൻ വൈസ് ചെയർപേഴ്സൺ ജ്യോതിയെയാണ് തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ബിജീഷ് ഗോവിന്ദൻ ചേരുന്നു. ബിജീഷ്, എന്തായിരുന്നു സംഭവിച്ചത്? പയ്യന്നൂരിലെ സിപിഎം പ്രവർത്തകനായിട്ടുള്ള CV ധനരാജന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ നടപടികൾ തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് RSS പ്രവർത്തകരായ പ്രതികളുടെ ചിത്രങ്ങൾ ഈ പറയുന്ന പയ്യന്നൂർ നഗരസഭ മുൻ ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള ജ്യോതി മൊബൈലിൽ ചിത്രീകരിച്ചത്. ഇതിനെ തുടർന്നാണ് കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും തുടർന്ന് ജ്യോതിയെ കസ്റ്റഡിയിലെടുക്കാൻ ആദ്യം കോടതി നിർദ്ദേശിച്ചു. അറസ്റ്റ് ചെയ്യാനായിരുന്നു ആദ്യ ഉത്തരവ്. അതിന് പിന്നാലെ കോടതി ഇടപെട്ട് ഈ വിഷയത്തിന്റെ അകത്ത് പിഴയൊടുക്കാൻ ജ്യോതിയോട് നിർദ്ദേശിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1000 രൂപ പിഴയടച്ച ശേഷം ജ്യോതിയെ ഇപ്പോൾ വിട്ടയച്ചിരിക്കുകയാണ്. പയ്യന്നൂരിൽ നടന്ന ഈ കൊലപാതകം, CV ധനരാജ് കൊലപാതക കേസിന്റെ വിചാരണ നടപടികൾ ഒരു 2 ആഴ്ച മുൻപാണ് അഡീഷണൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചത്. അന്ന് തന്നെ പ്രതികളുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിൽ നിയന്ത്രണം വേണമെന്ന് പ്രതികൾ ആവശ്യമുന്നയിച്ചിരുന്നു. കാരണം സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിഭാഗം വക്കീൽ ഈ ആവശ്യം ഉന്നയിച്ചത്. പക്ഷേ ആ ആവശ്യം ഉന്നയിച്ച ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ദൃശ്യങ്ങൾ കോടതിയിൽ നിന്ന് പകർത്താനുള്ള ശ്രമം CPMന്റെ വനിതാ നേതാവായിട്ടുള്ള ജ്യോതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതികളുടെ അഭിഭാഷകൻ എത്തുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് കോടതി ജ്യോതിയെ ആദ്യം കസ്റ്റഡിയിലെടുക്കാൻ നിർദ്ദേശിക്കുകയും പിന്നീട് ഈ ശിക്ഷ ആയിട്ട് പിഴ ഒടുക്കുന്നതിനുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. ധന്യ.